അപ്പോ ഇന്നൊരു വാഴ വ്ളോഗാണ് സുഹൃത്തുക്കളെ. ഈ വാഴ വെച്ചിട്ട് കുറേ ദിവസങ്ങളായി. വാഴ നല്ലടങ്ങ് വളർന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് പോവാനായിട്ടൊന്നും പറ്റിയില്ല. അതിന് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. വാഴ വെച്ചിട്ട് ആ സൈഡിലോട്ട്. ഹലോ, പ്രണവ് കൊച്ചുവിൻ്റെ യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. ഒരു വാഴ നടുന്നതുമായി ബന്ധപ്പെട്ട്. ഇത് തൻ്റെ ചേട്ടനായ പ്രവീണിനെ ഉദ്ദേശിച്ചാണോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത്. നമുക്കേതായാലും ആ വീഡിയോയിലെ ചെറിയ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഈ കന്നില്ലേ, ഇതൊരു വാഴയായിരുന്നല്ലോ. ഈ വാഴ എന്തിനാ വെട്ടിയത്? എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ആ വാഴ അവിടെ തന്നെ കിളിച്ചത് വലുതായി പഴമായിട്ട് വരൂലായിരുന്ന. അവർക്കത് ഉണ്ടാക്കി വിറ്റാ പോരെ. അവരെന്ത് വിൽക്കണം? ഒരു അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ പൊക്കൂടി ബന്ധോ അത് വേർപെടുത്തൂല. പൊക്കുൾക്കുടി തമ്മിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. കാരണം കൊല വെട്ടി വാഴ അപ്പൊ ഒരുമിച്ച് തള്ളയും പുള്ളയും ഒരുമിച്ച് നിന്നാ കൊല വീണ് വെട്ടിക്കഴിഞ്ഞപ്പോ തള്ള മരിച്ച പിന്നെ അതിനെ വെട്ടിക്കളഞ്ഞില്ലേ? പിന്നെ അതിന്റെ കുട്ടികളല്ലേ വരുന്നേ? അവിടെ കിടന്ന് വളരൂലേ? അത് ഒരുമിച്ച് നിന്നാ വളരൂലല്ലോ. നന്നാവൂല. ഞാൻ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അതിന്റെ സൈഡിൽ തന്നെ അത് കിടന്ന് വളർന്ന് കൊലയാവൂലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛൻ ഒരു വാഴ എനിക്ക് വളരെ രസകരമായ ഒരു വീഡിയോയാണ്. ചില ആളുകൾ അതിന് ചോദിക്കുന്നുണ്ട്, ഒരു വല്ലാത്ത വാഴ നടലായിപ്പോയി ഇത്. ഈ വാഴ എന്ന് ഉദ്ദേശിക്കുന്നത് താങ്കളുടെ ചേട്ടൻ പ്രവീണിനെയല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും ഇവർ മറുപടി കൊടുക്കുന്നില്ല. എന്നാൽ ഈ വീഡിയോയിൽ തന്നെ അവർ പറയാതെ പറയുന്നുണ്ട് ചില കാര്യങ്ങളെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വാഴയെ ഒരു മനുഷ്യ കുഞ്ഞുമായിട്ട് ഇവർ ഉപമിക്കുന്ന പോലെ തോന്നുന്നു. കാരണം ഒരു വാഴയുടെ കന്ന് മാറ്റി കുഴിച്ചിടേണ്ടതാണ്, എന്നാലല്ലേ അവർക്കത് സ്വന്തമാവുള്ളൂ, നമുക്കത് സ്വന്തമായി ലഭിക്കുകയുള്ളൂ എന്നൊക്കെ അവർ പറയുമ്പോൾ പ്രവീണും മൃദുലയും മാറി താമസിച്ചതും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ പറയാതെ പറയുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ആ അമ്മയുടെ വിഷമം, ആ അമ്മയുടെ വേദനയൊക്കെ അച്ഛനും പറയുന്നുണ്ട്. ആ അമ്മ അനുഭവിക്കുന്ന വേദനയും ആ അച്ഛൻ വായുമായിട്ട് ഉപമിച്ചുകൊണ്ട് വാഴ നടുമ്പോൾ തന്നെ ആ അച്ഛനും അത് പറയുന്നുണ്ട്. കൊടിബന്ധം മുറിച്ചു മാറ്റണം, എന്നാലേ വളരുകയുള്ളൂ, കൂടെ താമസിച്ചാൽ വളരില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവിടെ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പരിഹാസ രൂപേണ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും രസകരമായൊരു വീഡിയോ ആയിരുന്നു. ഇനിയെങ്കിലും പ്രവീണൊക്കെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ കുടുംബവുമായിട്ട് വളരെ സന്തോഷത്തോടെ പോവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അവർ മാറി താമസിച്ചാലും അച്ഛനെയും അമ്മയും സഹോദരനുമായിട്ടുള്ള ബന്ധം മുറിച്ചു പോവാതെ സൂക്ഷിക്കുക എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. തെറ്റുകളൊക്കെ മനുഷ്യ സഹജമായ കാര്യമാണ്. ഇരുഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം ക്ഷമിച്ച് പുറത്ത് നല്ല രീതിയിൽ പോകുമ്പോഴാണ് ശരിയാവുള്ളൂ. കാരണം ഇവരും ഇന്ന് പുതിയ അച്ഛനും അമ്മയും ആയിരിക്കുകയാണ്. ഇവർക്കും മക്കളുണ്ടാവും, ഒരു കുഞ്ഞുണ്ട്, ഇനിയും ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നാളെയും ഇത് കർമ്മ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ തിരിച്ച് കിട്ടാതിരിക്കില്ല. നല്ല രീതിയിൽ പോവട്ടെ. മാറി താമസിച്ചാലും അച്ഛനും അമ്മയുള്ള ബന്ധമൊന്നും ഇല്ലാതെ പോവരുത്. അത് കീപ്പ് ചെയ്യുക. ഞാൻ മനസ്സിലാവുന്ന ഒരു കാലം വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.